ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ബിഗ് ബോസിന്റെ 56ാമത്തെ എപ്പിസോഡിന്റെ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡ്. ലാലേട്ടൻ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം എപ്പിസോഡിൽ ബിഗ് ബോസിൽ അപ്പിയർ ചെയ്യുന്ന ഫസ്റ്റ് എപ്പിസോഡാണിത്. അപ്പൊ ആദ്യത്തെ കുറച്ച് നേരങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെയൊക്കെ പോയതിനു ശേഷം പക്ഷെ ഇന്ന് എപ്പിസോഡിൽ ലാലേട്ടൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ച് അല്ലെങ്കിൽ ചോദിച്ചതിന് ശേഷമാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, പോയിന്റ് ബ്ലാങ്ക് ക്വസ്റ്റ്യൻ, ടാസ്ക്, അതായത് ബോട്ടിൽ ടാസ്ക് കുളം തോണ്ടിയത് ആരാണ്? കുളമാക്കിയതല്ല, കുളം തോണ്ടിയത്. അതിൽ പ്രധാന കണ്ണികളായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷും നമ്മുടെ ആര്യനൊന്നും അല്ല, അനുമോളാണ് അതിൽ പ്രധാനി എന്ന് ഞാൻ പറയും. കാരണം അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞു, സംഭവങ്ങളൊക്കെ കുറച്ച് കച്ചറയൊക്കെ ഉണ്ടാക്കി, ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അനീഷ് കാണിച്ചു, ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അനീഷ് അത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ആ ടാസ്ക് ചെയ്തത്. അതായത് ആ ബോട്ടിൽസ് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് എടുക്കണം, ആ ഗെയിം മുന്നിലോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്ത എന്തായാലും അനീഷിന് ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ ചിന്തയുടെ പേരിൽ തന്നെയാണ് ആ ഫ്രസ്ട്രേഷനും അനീഷിന് ഉണ്ടായത്. പക്ഷെ ആര്യനൊക്കെ അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ടാസ്ക് ഞാൻ കൊളാക്കി കാണിച്ചു തരാം. അത് മുന്നേ മൈൻഡ് സെറ്റിൽ ഉറപ്പിച്ചിട്ടാണ് ആര്യനൊക്കെ കളിച്ചത്. പക്ഷെ എല്ലാത്തിനും പ്രധാനി ഈ ടാസ്ക് കുളം തോണ്ടാനുള്ള മെയിൻ ആള്, നമ്പർ 1 ആള് നമ്മുടെ സീരിയൽ അനുമോളാണെന്ന് പറയേണ്ടി വരും. അതായത് ഇത്രയും സ്ട്രിക്ട്നെസ് കാണിച്ച് ഒരു കുപ്പി കൂടി എടുക്കാണ്ടിരിക്കുക. ഒരു കുപ്പി എടുത്താലല്ലേ ഈ ഗെയിം മുന്നിലോട്ടേക്ക് പോകും. അപ്പൊ എല്ലാവിധ എന്തിനും തൊട്ടതിനും തൊടാത്തതിനും എല്ലാം പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളാക്കി അനുമോൾ ഒരു കുപ്പി കൂടി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓരോ ബോട്ടിൽ ഓണറിനെയും പൂട്ടിച്ചു. ആ രീതിയിലാണ് അനുമോൾ കളിച്ചത്. ഇതിൽ ബിഗ് ബോസിന് ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. നമുക്കറിയാം, അനുമോളിന്റെ കൂടി ആദ്യം തുടങ്ങിയത് ആരായിരുന്നു? ജിഷിനുമായിരുന്നു ആദ്യം ഇതില് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടാളും കൂടി ചേർച്ചയാവുന്നില്ല, സെറ്റ് ആവുന്നില്ല. അനുമോളിന്റെ ഈ ഒരു സഹിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഓരോ സംഭവങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ജിഷിനാണെങ്കിലും വഴിതെറ്റി, അടിയായി. അങ്ങനെ ജിഷിന്റെ ബിഗ് ബോസ് പിടിച്ച് മാറ്റി, കുറച്ച് ആൾക്കാരെ ജയിലിലോട്ടേക്ക് തട്ടി, അങ്ങനെയൊക്കെ കുറച്ച് റിഫർമേഷനൊക്കെ ബിഗ് ബോസ് കാണിച്ചു. പക്ഷെ അനുമോളിനെ അവിടെ മാറ്റിയിരുന്നെങ്കിൽ ഈ ഗെയിം മുന്നിലോട്ടേക്ക് പോവുകയും ആർക്കെങ്കിലും ഇമ്മ്യൂണിറ്റി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അനുമോളിനെ മാറ്റാണ്ട് വെച്ചതായിരുന്നു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ചിലപ്പോൾ അതായിരിക്കും വേണ്ടി വന്നിട്ടുണ്ടാവുക. അവർക്ക് ചിന്തിച്ച അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ലാലേട്ടൻ തന്നെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രത്തോളം സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമുണ്ടോ, ഈ ടാസ്ക് കുളം തോണ്ടുന്നതിന് പ്രധാനിയായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ അനുമോളെ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ ഗെയിം എന്തെങ്കിലുമൊക്കെ നടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അനീഷിന്റെ ആത്മാർത്ഥത അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ജിഷിന് കുറച്ചെങ്കിലും ബോട്ടിൽസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ആയിക്കോട്ടെ എന്നുള്ള ലെവലിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സാബുമാൻ ആണെങ്കിൽ, നിങ്ങൾ വെറുതെ അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് വട്ടാണോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളിനെ കുറെ എന്തായാലും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ സാബുമാനെ ഏത് ടാസ്ക് ഏൽപ്പിച്ചാലും അത് സാബുമാൻ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കളിക്കുന്നുള്ള കാര്യം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ എക്സിസ്റ്റൻസ് തന്നെ കാണിച്ചിട്ടില്ലെങ്കിലും ടാസ്ക് കൊടുത്ത സാബുമാൻ ഡീസന്റ് ആയിട്ട് ആ സംഭവം കളിക്കും. അതുപോലെ ഇന്നുണ്ടായിരുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നു മക്കളെ, കുറച്ച് ആൾക്കാർ അവിടെ സെറ്റ് കൂടി ഇരുന്നിട്ട് ലവ് ട്രാക്ക് ഇല്ലാത്ത കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുക. അതിൽ പ്രധാനമായിരുന്നു നമ്മുടെ അനുമോളിന്റെ അത്ര ചീപ്പ് ഗെയിം കളിച്ച ഒരാളില്ല. അതുപോലെ തന്നെ അനുമോള് നമുക്കറിയാം, ആര്യന്റെയും മറ്റേ നമ്മുടെ ജിസേലിന്റെയും പുതപ്പിന്റെ അടിയിൽ പോയി ഒളിഞ്ഞു നോക്കുക, അവിടെ എന്തെങ്കിലും നടന്നോ, അവരെങ്ങനെയാണ്, രാത്രി പോയി അത് നോക്കുക, ഇത് നോക്കുക, പോയി അത് പൊന്തിച്ചു നോക്കുക. അതിന്റെ ഡെമോ കാണിച്ച ഒരു വീരനുണ്ട് ഇന്ന് നന്മപരമായി അഭിനയിച്ചിരുന്ന നമ്മുടെ ജിഷിൻ. അങ്ങനെ ഒരു വീരനുണ്ട്. ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര പ്ലേറ്റ് മാറ്റി നന്മപരമായി. കാരണം ഇന്ന് ട്രാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് പോകുന്നത് നന്മപരം കളിക്കാനാണെന്ന് ജിഷിൻ സീരിയലിൽ മനസ്സിലായി തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരെ നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിന്നി, അഭിലാഷ്, ഒനീൽ, ഇവരിൽ ഇരുന്ന് ഇങ്ങനെ അന്തിച്ചർച്ചയാണ്. ഇവർ ലവ് ട്രാക്ക് കളിക്കുകയാണ്.
അവിടെ നമ്മൾ പ്രേക്ഷകർക്ക് ഒരാൾക്ക് കൂടി അവരുടെ ഇടയിൽ ലവ് പോലെ ഒരു ട്രാക്ക് പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ലേ? ഇല്ലെങ്കിൽ ഈ ലവ് ഇത്രയും വലിയ ഹറാമായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ? ലവ് ആയിക്കോട്ടെപ്പ അവർക്ക് ആവണമെങ്കിൽ ആയിക്കോട്ടെ, അവരെന്താണ് ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഒരു ആൾക്കാരല്ലേ, അവർക്ക് അങ്ങനെ കളിക്കണമെങ്കിൽ പോയിക്കോട്ടെ, അവർക്ക് വേറെ എന്തെങ്കിലും കളിക്കണമെങ്കിൽ പോയിക്കോട്ടെ. ഇവർക്ക് എന്താണ് അതിന്റെ പ്രശ്നം? ഇവരിങ്ങനെ ഇത് ലവ് ആണ്, ഇവർ ലവ് ട്രാക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് അവരുടെ ഗെയിമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിപ്പിക്കാനാണ് ഇവർ നോക്കുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് ഇവർ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ അത് ലാലേട്ടൻ കണക്കിന് ചോദിച്ച് നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പോയിട്ട് ഒനീല്, അനീഷ്, ഇൻഡു, നമ്മുടെ ഡെമോ കളിക്കാര് ജിഷിന്റെ ഒക്കെ എതിരെ പോയിട്ട് ലാസ്റ്റ് പറയണ്ടായിരുന്നു. എന്തായാലും ജിസൈൽ ഈ ഒരു സംഭവത്തിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ ജിസൈലിന്റെ ഗെയിമും കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് ജിസൈൽ തന്നെ പേഴ്സണലി പറയുന്നുണ്ടായിരുന്നു. കാരണം സ്റ്റിച്ചസ് ഒക്കെ വന്നതിന് ശേഷം കുറച്ച് ഡൗൺ ആയിരുന്നു ജിസൈൽ എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ജിസൈൽ പറഞ്ഞത്. അതുപോലെ ഇന്നെന്തായാലും എലിമിനേഷൻ ഉണ്ടായിട്ടില്ല. മിക്കവാറും നാളെ അഭിലാഷോ അല്ലെങ്കിൽ നമ്മുടെ ആദിലെ ആയിരിക്കും ഔട്ട് ആവുക. മിക്കവാറും അഭിലാഷാണ് ഔട്ട് ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.